Hello dear students, welcome to my maths class. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ദാറ്റ് ഈസ് +2 മാത്തമാറ്റിക്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 2023യുടെ ലാസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിലോട്ട് മൂവ് ചെയ്യാം. സോ ഇതാ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് തന്നത്. എന്നിട്ട് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതുണ്ടോ, d²y/dx² ഓൾ ക്യൂബ് പ്ലസ് dy/dx ഓൾ സ്ക്വയർ പ്ലസ് dy/dx പ്ലസ് 1 = 0. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി എങ്ങനെയാണ് കാണുന്നത്? ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ദ ഹയസ്റ്റ് പവർ ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ ഹയസ്റ്റ് പവറാണ് ഇവിടുത്തെ ഡിഗ്രി എന്ന് പറയുന്നത്, അല്ലേ? സോ അപ്പോൾ ഇവിടുത്തെ ഹയസ്റ്റ് ഓർഡർ ഏതാണ്? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് അല്ലേ വരുന്നത്, d². അതിൻ്റെ പവർ എത്രയാണ് വരുന്നത്? 3 ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി എന്ന് പറയുന്നത് 3 വന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. വി ഹാവ് ഗിവൻ എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx = 1 + x² × 1 + y². സോൾവ്. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. സോ അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ dy/dx വന്നിരിക്കുന്നു, റൈറ്റ് സൈഡിൽ എക്സിൻ്റെ ടേമും വൈയുടെ ടേമും വന്നിരിക്കുന്നു. അതിൻ്റെ പ്രൊഡക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഹിയർ വി അപ്ലൈ ദ വേരിയബിൾ സെപ്പറബിൾ ഫോം. ഓക്കെ, ഇവിടെ എക്സ് ടൈമിനെയും വൈ ടൈമിനെയും സെപ്പറേറ്റ് ചെയ്യും. എക്സ് ടൈംസ് ഒരു സൈഡിൽ കൊണ്ടുവരും, വൈയുടെ ടൈംസ് ഒരു സൈഡിൽ കൊണ്ടുവരും. എന്നിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. സോ അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളിവിടെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ന്യൂമറേറ്ററിൽ വരുന്നത് dy ആണ്. അപ്പോൾ അതിനവിടെ തന്നെ നിർത്താം. അപ്പോൾ റൈറ്റ് സൈഡിൽ വൈയുടെ ടൈം 1 + y² ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അത് താഴേക്ക് വന്നു, അല്ലേ? ഡിനോമിനേറ്ററിൽ വന്നു. അത് dy/1 + y² എന്ന് എഴുതാം. ഇനി റൈറ്റ് സൈഡിൽ ഒരു 1 + x² ഉണ്ട്. ഇനി ആ dxന് റൈറ്റിലോട്ട് മൂവ് ചെയ്തു. സോ അപ്പോൾ × dx ആയി. നൗ ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡ്സിലും നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ഇൻ്റഗ്രൽ dy/1 + y² ആൻഡ് ഹിയർ ഇൻ്റഗ്രൽ 1 + x² × dx എന്ന് വന്നു. ഇനി 1 + y² ഇൻ്റഗ്രൽ എന്ത് വന്നു? ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് ഓഫ് വൈയുടെ y ആണ് ഇതിൻ്റെ ഇൻ്റഗ്രലായിട്ട് വരുന്നത്. റൈറ്റ് സൈഡിലാണെങ്കിലോ 1 ഇൻ്റഗ്രൽ x വന്ന് x² ഇൻ്റഗ്രൽ x³ / 3 + ഇസ് ദ ആൻസർ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം കേട്ടോ. 14th ക്വസ്റ്റ്യൻ ആണ് അടുത്ത ആൻസർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത്? ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് വെക്ടേഴ്സ് വന്നിട്ടുണ്ട്, വെക്ടർ എയും വെക്ടർ ബിയും കേട്ടോ. വെക്ടർ എ ഈസ് i + j + 7k ആൻഡ് വെക്ടർ ബി ഈസ് 3i - 2j + 2k. വെക്ടർ എ i - 7j + 7k ആണ് കേട്ടോ. നമുക്ക് ഇതിൽ 3 ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫൈൻഡ് എ ക്രോസ് ബി. എങ്ങനെയാണ് ക്രോസ് പ്രൊഡക്റ്റ് കാണുന്നത്? ഡിറ്റർമിനൻ്റ് എടുക്കണം, അല്ലേ? ഫസ്റ്റ് റോയിൽ അവിടുത്തെ യൂണിറ്റ് വെക്ടേഴ്സ് എഴുതുക i, j, k. സെക്കൻഡ് റോയിൽ എയുടെ കമ്പോണൻസ് എഴുതി 1 - 7 7. തേർഡ് റോയിൽ ബിയുടെ കമ്പോണൻസ് എഴുതി 3 - 2 2. പിന്നെ ഡിറ്റർമിനൻ്റ് കാണുക. ഡിറ്റർമിനൻ്റ് കാണാൻ അറിയാമല്ലോ നമുക്ക്. എന്ത് ചെയ്യുക? i × അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളം ഒഴിച്ചിട്ട് ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക. -7 7 -2 2. ഇനി -j × 1 ഡിറ്റർമിനൻ്റ് ഓഫ് 1 7 3 2 പ്ലസ് k × kനെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും കളഞ്ഞു. ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ് 1 - 7 3 -2. ഇനി നമ്മൾ ഡിറ്റർമിനൻ്റ് എടുക്കുകയാണ് കേട്ടോ. മൈനർ -7 × 2 ചെയ്തു -14. ഇവിടെ അതെ മൈനസ് ഓഫ് 7 × -2. അപ്പോൾ അവിടെയും -14 വന്നു. ഓക്കെ, -j × ഇവിടെയും 1 × 2 2 -7 × 3 21 പ്ലസ് k × 1 × -2 -2 -7 × 3 -21. ദാറ്റ് ഈസ് ഇത് -14 + 14 എന്ന് വന്നു. അത് 0 ആയിപ്പോയി. ഇവിടെ 2 - 21 അത് -19 വരുന്നത്. പ്ലസ് k × ഇത് -2 + 21 അത് 19 വരും, അല്ലേ? അപ്പോൾ ആദ്യം 0 ആയി വന്നു. അടുത്തത് -× പ്ലസ് 19j വന്നു. നെക്സ്റ്റ് വരുന്നത് പ്ലസ് 19k. സോ എ ക്രോസ് ബി = 19j + 19k. ക്ലിയർ? എ ക്രോസ് ബി = 19j + 19k. ഓക്കെ, ദാറ്റ്സ് ദ
വാല്യൂ ഓർ വെക്റ്റർ ഫോം ഓഫ് എ ക്രോസ് ബി. ഇനി അതിൽ നെക്സ്റ്റ് സബ് എന്ന് പറയുന്നത്, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം എന്ത് വരും എന്നുള്ളത്. ഓക്കെ, അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് ഈ വെക്റ്റർ എയുടെയും വെക്റ്റർ ബിയുടെയും പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഒരു യൂണിറ്റ് വെക്റ്റർ ഫൈൻഡ് ചെയ്യാനായിരുന്നു ഉണ്ടായിരുന്നത്. വെക്റ്റർ എയ്ക്കും വെക്റ്റർ ബിക്കും പെർപെൻഡിക്കുലറായിട്ടുള്ള യൂണിറ്റ് വെക്റ്റർ. ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി. ഇത് നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു എ ക്രോസ് ബി ബൈ മോഡുലസ് ഓഫ് എ ക്രോസ് ബി. നമുക്ക് ഈ ഫോർമുലയൊക്കെ ബൈ ഹാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എ ക്രോസ് ബി കണ്ടുവച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മോഡുലസ് കാണുക. എങ്ങനെ കാണുന്നത്? അതിൻ്റെ കമ്പോണൻസിൻ്റെ സ്ക്വയർ ഓഫ് കമ്പോണൻസ് ആഡ് ചെയ്യുക. ദറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 19 സ്ക്വയർ പ്ലസ് 19 സ്ക്വയർ. 19 സ്ക്വയർ എന്ത് വന്നു? അത് രണ്ടും കൂടി ചെയ്തപ്പോൾ നമ്മളൊന്ന് ചെയ്ത് നോക്കുക. റൂട്ട് 722 ആണ് വരുന്നത്. അപ്പോൾ എ ക്രോസ് ബി എഴുതി 19j പ്ലസ് 19k ഡിവൈഡഡ് ബൈ റൂട്ട് 722. ഈ റൂട്ട് 722നെ നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങളത് നോക്കുക. നമുക്ക് 19 റൂട്ട് 2 ആണ് വരുന്നത്. നിങ്ങളത് റൂട്ടൊന്ന് കണ്ടുപോകുക കേട്ടോ. LCM ഒക്കെ എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ദറ്റ് ഈസ് റൂട്ട് 722 ഈക്വൽ ടു 19 റൂട്ട് 2. സോ അത് ഇനി ഞാൻ ആ ന്യൂമറേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യുക കേട്ടോ, വെക്റ്റർ ഫോമിലോട്ട് കമ്പോണൻറ്റ് വൈസ് ആക്കുകയാണ്. സോ ദിസ് ബിക്കംസ് 19 ബൈ റൂട്ട് 722, ദറ്റ് ഈസ് 19 ബൈ 19 റൂട്ട് 2 i പ്ലസ് 19 ബൈ 19 റൂട്ട് 2 j എന്നാക്കി. ആ 19 ക്യാൻസൽഡ് ആവുമല്ലോ. സോ ആഫ്റ്റർ വി ഗെറ്റ് 1 ബൈ റൂട്ട് 2 i പ്ലസ് 1 ബൈ റൂട്ട് 2 j. ക്ലിയർ? സോ ഇതായിരുന്നു എൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഇത് ഞാൻ കാണാൻ നോക്കിയതാണ്, പക്ഷേ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയുള്ളൂ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അതിൻ്റെ നെക്സ്റ്റ് സപ്പാർട്ട്. ഞാൻ പറഞ്ഞല്ലോ 3 സപ്പാർട്ടായിട്ട് തന്നിരുന്നത്. അതിൽ ചോദിച്ച അടുത്ത പാർട്ട് ഇതായിരുന്നു, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം. നമുക്കറിയാം ഏരിയ ഓഫ് ദ പാരലോഗ്രാം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന്, മോഡുലസ് എ ക്രോസ് ബി. അതായത് ഈ തന്നിരിക്കുന്ന ഈ പാരലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ടാണ് വെക്റ്റർ എയും വെക്റ്റർ ബിയും തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഏരിയ കാണുക. ഏരിയ കാണാനുള്ള ഫോർമുല മോഡുലസ് എ ക്രോസ് ബി ആണ്. നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് റൂട്ട് 722, ദാറ്റ് ഈസ് 19 റൂട്ട് 2 സ്ക്വയർ യൂണിറ്റ്സ്. അപ്പോൾ അത് ഇപ്പോൾ ഇതിന് പകരം ഏരിയ ഓഫ് ട്രയാങ്കിൾ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? മോഡുലസ് എ ക്രോസ് ബി ബൈ 2. അത് നിങ്ങൾ പഠിക്കുന്ന ഫോർമുലയാണ് കേട്ടോ. ഓക്കെ, സോ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. 15th ക്വസ്റ്റ്യനാണ് നമ്മൾ അടുത്ത് സോൾവ് ചെയ്യുന്നത് കേട്ടോ. വെക്റ്റർ ആർ ഈക്വൽ ടു i പ്ലസ് 2j പ്ലസ് കെ പ്ലസ് നമുക്കിവിടെ തന്നിരിക്കുന്ന ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. നമ്മൾ തൊട്ട് മുന്നൊരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ഒരു ലൈനിൻ്റെ വെക്റ്റർ ഫോം എങ്ങനെയാണ്? ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. ആ ഒരു ഫോർമാറ്റിലാണ് നമുക്കിവിടെ രണ്ട് വെക്റ്റർ ഇക്വേഷനും തന്നിരിക്കുന്നത്. രണ്ട് ലൈനിൻ്റെ വെക്റ്റർ ഇക്വേഷനാണ് തന്നിരിക്കുന്നത് കണ്ടോ. ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഈ രണ്ട് ലൈൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ആദ്യം വെക്ടേഴ്സിനൊക്കെ ഒന്ന് A1 B1 A2 B2 എന്നൊക്കെ ഒന്ന് നെയിം ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആർ ഈക്വൽ ടു A1 പ്ലസ് ലാംഡ B1, അതുപോലെ തന്നെ അടുത്ത വെക്ടർ A2 പ്ലസ് ലാംഡ B2. ഇനി ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. ഇത് നമ്മൾ പഠിക്കുന്നതാണ്. D ഈക്വൽ ടു മോഡുലസ് B1 ക്രോസ് B2 ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കേണ്ടത് ഡോട്ട് A2 മൈനസ് A1. ഓക്കെ, അതാണ് ഇവിടുത്തെ ന്യൂമറേറ്റർ കേട്ടോ. അപ്പോൾ ആദ്യം B1 ക്രോസ് B2 കാണുക, അതിനുശേഷം A2 മൈനസ് A1 കാണുക, അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക, അതിൻ്റെ മോഡുലസ് എടുക്കുക. ഡിവൈഡഡ് ബൈ മോഡുലസ് B1 ക്രോസ് B2. ഓക്കെ, ഇങ്ങനെയാണ് ഇവിടെ ചെയ്ത് വെക്കുന്നത്. നമുക്കിപ്പോൾ ഇതിലെ ഓരോ ടേംസും കാണാം. അതിന് മുന്നേ നിങ്ങൾ നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്യുക. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോഴേ നമുക്ക് ഫോർമുല ബൈ ഹാർട്ടഡ് ആവുള്ളൂ. പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് ഓരോ കോൺസെപ്റ്റും നമുക്ക് കൂടുതൽ ബൈ ഹാർട്ടാവും. പിന്നീട് മറക്കില്ല. മാത്സ് എപ്പോഴും നമ്മൾ ചെയ്ത് പഠിക്കുക. ഒത്തിരി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ.
അപ്പോൾ ഞാനിവിടെ ചെയ്യാം കേട്ടോ. B1 ഉം B2 ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആദ്യം B1 ക്രോസ് B2 കണ്ടു. ഇവിടെ പാരലൽ വെക്ടേഴ്സാണ് B1 ഉം B2 ഒക്കെ, രണ്ട് ലൈനിൻ്റെയും. അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് കാണാൻ നമുക്കറിയാമല്ലോ, തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തു. ഡിറ്റർമിനൻറ്റ് ഫസ്റ്റ് റോയിൽ യൂണിറ്റ് വെക്ടേഴ്സ് IJK എഴുതി. സെക്കൻഡ് റോയിൽ B1ൻ്റെ കമ്പോണൻസ് കൊടുത്തു 1 1 1. തേർഡ് റോയിൽ B2ൻ്റെ കമ്പോണൻസ് കൊടുത്തു 2 1 2. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഡിറ്റർമിനൻറ്റ് കാണുക. ആദ്യം I എന്ന് പറയുന്ന I ഇൻറ്റു അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്തിട്ട് ചെയ്തു. ഓക്കെ, നേരത്തെ പറഞ്ഞതാണ്, കോൺസെപ്റ്റ് ക്ലിയർ ആണ്, അതുകൊണ്ട് എക്സ്പ്ലനേഷൻ ഇല്ല. അപ്പോൾ അതിൻ്റെ വാല്യൂ ഡിറ്റർമിനൻറ്റ് കണ്ട് I ഇൻറ്റു 1 ഇൻറ്റു 2 2 മൈനസ് 1. അടുത്തത് മൈനസ് J ഇൻറ്റു 1 ഇൻറ്റു 2 2 മൈനസ് 1 ഇൻറ്റു 2 2 പ്ലസ് K ഇൻറ്റു 1 ഇൻറ്റു 1 1 മൈനസ് 1 ഇൻറ്റു 2 2. ദാറ്റ് ഈസ് I ഇൻറ്റു 1 മൈനസ് J ഇൻറ്റു 0 പ്ലസ് K ഇൻറ്റു മൈനസ് 1, അത് മൈനസ് K ആയി. ദാറ്റ് ഈസ് I മൈനസ് K ആണ് ഇവിടുത്തെ B1 ക്രോസ് B2. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് A2 മൈനസ് A1 വേണം. ഓക്കെ, മോഡുലസ് ഓഫ് B1 ക്രോസ് B2 ഡിനോമിനേറ്ററിലുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടുവച്ചേക്കുക. മോഡുലസ് എങ്ങനെ വരും? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് ഐയുടെ കമ്പോണൻറ്റ് 1 സ്ക്വയർ, കെയുടെ കമ്പോണൻറ്റ് മൈനസ് 1 സ്ക്വയർ. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് മൈനസ് 1 സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 പ്ലസ് 1, ദാറ്റ് ഈസ് 2. റൂട്ട് 2 ആണ് മോഡുലസ് B1 ക്രോസ് B2 വന്നിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് A2 മൈനസ് A1 കാണണം. A2 A1 ഒക്കെ കയ്യിലുണ്ടല്ലോ. അത് തമ്മിൽ വെക്ടേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ കറസ്പോണ്ടിങ് കമ്പോണൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ A2 മൈനസ് A1 നമ്മൾ കാണുകയാണ്. A2 എന്ന് പറയുന്നത് 2i മൈനസ് J പ്ലസ് 4Kയും A1 എന്ന് പറഞ്ഞത് I പ്ലസ് 2J പ്ലസ് 2K ആണ് കേട്ടോ. ഓക്കെ, അത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. I പ്ലസ് 2J പ്ലസ് K. components corresponding, subtract the corresponding components, that is 2 minus 1i plus minus 1 minus 2j plus 4 minus 1k. So this becomes 2 minus 1 becomes I, 1 into I, that is I, plus minus 1 minus 2 become minus 3, minus 3j, 4 minus 1 plus 3k. Okay, I minus 3j plus 3k is A2 minus A1. Next we want on the numerator, next we want to find its dot product, the dot product of B1 cross B2 and A2 minus A1. നോക്കാം നമുക്ക്. എന്ത് ചെയ്യുക, ഡോട്ട് പ്രോഡക്റ്റ് കാണുമ്പോൾ നമുക്കറിയാവുന്നതാണ് I ഇൻറ്റു I, J ഇൻറ്റു J, K ഇൻറ്റു K 1 ആയിരിക്കും. ബാക്കിയുള്ള എല്ലാം 0 ആയി പോകും. സോ അപ്പോൾ ഒരേപോലെയുള്ള യൂണിറ്റ് വെക്ടേഴ്സ് വരുന്ന കമ്പോണൻസിൻ്റെ മാത്രം പ്രൊഡക്റ്റ് എടുക്കുക കേട്ടോ. അത് ചെയ്യാണ്. B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 എന്ന് പറയുന്നത് I മൈനസ് K ഡോട്ട് A2 മൈനസ് A1 കണ്ടു. അപ്പോൾ I മൈനസ് 3J പ്ലസ് 3K നമ്മൾ ചെയ്ത പോലെ നോക്കുക. അപ്പോൾ ഐയുടെ കമ്പോണൻസ് 1 ഇൻറ്റു 1 ആണ്. അത് ചെയ്യുക. ജെയുടെ കമ്പോണൻറ്റ് ഫസ്റ്റ് ടൈമിലില്ല, 0 ആണ്. സെക്കൻഡ് ടൈമിൽ -3 ആണ്. അപ്പോൾ 0 ഇൻറ്റു -3 എന്ന് കൊടുത്തു കേട്ടോ. അടുത്തത് കെയുടെ കമ്പോണൻറ്റ് -1, ഇവിടെ 3, അപ്പോൾ -1 ഇൻറ്റു 3. സോ അപ്പോൾ 1 ഇൻറ്റു 1 1, 0 ഇൻറ്റു 3 0, -1 ഇൻറ്റു 3 -3, ദാറ്റ് ഈസ് 1 -3 -2 വന്നു. ഇനി അതിൻ്റെ മോഡുലസ് കാണണം നമുക്ക്. B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് -2. മോഡുലസിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവായി പോകും ആൻസറിലോട്ട് എത്തുമ്പോഴേക്കും. സോ അപ്പോൾ വാല്യൂസ് എല്ലാം കിട്ടി. പിന്നെ ഫോമുലയിൽ കൊണ്ടുപോയിട്ടങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ അപ്പോൾ ന്യൂമറേറ്ററാണ് തൊട്ട് മുന്നേ കിട്ടിയ 2 എന്ന് പറയുന്നത് അല്ലേ. സോ അപ്പോൾ ന്യൂമറേറ്റർ 2 വന്നു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ലൈൻസ് D ഈക്വൽ ടു 2 ബൈ റൂട്ട് 2. മോഡുലസ് B1 ക്രോസ് B2 വരുന്നിരിക്കുന്ന റൂട്ട് 2 ആണ്. അപ്പോൾ 2 ബൈ റൂട്ട് 2. ഓക്കെ, സോ ദ ആൻസർ ഈസ് റൂട്ട് 2. 2നെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഒരു റൂട്ട് 2 ക്യാൻസൽ ആയിപ്പോയി. ആഫ്റ്റർ വി ഗെറ്റ് റൂട്ട് 2. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ LPPക്ക് തൊട്ട് മുന്നേ വന്നിരുന്ന ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇൻ്റഗ്രേഷനാണ് വന്നിരിക്കുന്നത്. ഫൈൻഡ് ഇൻ്റഗ്രൽ 1/x² മൈനസ് a² dx. ഈ ഫോമുലയുടെ ഇൻ്റഗ്രൽ വാല്യൂ എന്താണ്? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഇൻ്റഗ്രേഷനിൽ പഠിക്കുന്ന ഒരു റിസൾട്ടാണിത്. ഇൻ്റഗ്രൽ 1/x² മൈനസ് a² dx ഈക്വൽ ടു 1/2a ലോഗ് മോഡ് x മൈനസ് a ബൈ x പ്ലസ് a പ്ലസ് c. ഓക്കെ,
ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ, ക്വസ്റ്റ്യൻ നമ്പർ 70 ഫസ്റ്റ് പാർട്ടാണ്. ഇനി നമുക്ക് അതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. സെക്കൻഡ് പാർട്ട് ഇങ്ങനെയാണ്: ഇവാലുവേറ്റ് ഫൈൻഡ് ദ ഇൻ്റഗ്രൽ ഓഫ് 1/x² + 4x - 5dx. ഇതാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കണ്ടു, ഇവിടെ ഡിനോമിനേറ്റർ വന്നിരിക്കുന്നത് ax² + bx + c = 0. ആ ഒരു എക്സ്പ്രഷനിലാണ് വന്നിരിക്കുന്നത് ഡിനോമിനേറ്റർ ax² + bx + c അല്ലേ. ഇങ്ങനെ വന്നിരിക്കുന്ന ടേംസ് സോൾവ് ചെയ്യാനുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൽ പോയി നോക്കുക കേട്ടോ. സോ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ x² കോഎഫിഷ്യൻസ് ഉണ്ടെങ്കിൽ അത് പുറമേ എടുക്കുക. കോഎഫിഷ്യൻ്റ് ഒന്നുമില്ലെങ്കിൽ 1 ആണെങ്കിൽ ആ സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ x² കോഎഫിഷ്യൻ്റ് 1 ആണ്, അപ്പോൾ അതിൽ ചെയ്യാനൊന്നുമില്ല, അതങ്ങനെ തന്നെ എഴുതുക x² + 4x - 5. ഇനി അടുത്തത് ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾ ഫസ്റ്റ് 2 ടേംസ് കഴിയുമ്പോൾ ഒരു ടേം ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. ആ ടേം എങ്ങനെ ഫൈൻഡ് ചെയ്യാം? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിനെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ ആണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, എക്സിൻ്റെ ആദ്യത്തെ 2 ടേം അതേപടി എഴുതി x² + 4x. അടുത്തത് നിങ്ങൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ 4 ആണല്ലോ, ആ 4നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തു, അതിൻ്റെ സ്ക്വയർ ആദ്യം ആഡ് ചെയ്തു, പിന്നെ സബ്ട്രാക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് മൂന്നാമത്തെ ടേം ഇവിടെ 5ാമതായിട്ട് എഴുതി. ഓക്കെ, 5th ടേമായിട്ട് എഴുതി. ഇതിനൊന്ന് സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് 1/x² പ്ലസ് സിംപ്ലിഫൈ ചെയ്യാണ് 4x. 4/2 എന്ന് പറയുന്നത് 2 ആണല്ലോ, ദാറ്റ് ഈസ് 2² -2² -5. നൗ കമ്പൈൻ ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ ഡിനോമിനേറ്റർ. ദിസ് ഇസ് ദ എക്സ്പാൻഷൻ ഓഫ് x + 2² അവിടുത്തെ ഫസ്റ്റ് ടേം എടുത്തു, ലാസ്റ്റ് ടേം തേർഡ് ടേമിൽ, അപ്പോൾ x + 2². ഇനി ഇവിടുത്തെ 4th and 5th ടേം എന്ന് പറയുന്നത് -4 -5, ദാറ്റ് ഈസ് -9. ദാറ്റ് ഈസ് x + 2² - 3² എന്നാക്കി. ഇതെന്ത് വന്നു? ഇതെന്തിൻ്റെ എക്സ്പാൻഷനോ? ഇൻ്റഗ്രൽ തൊട്ട് മുന്നേ എഴുതിയിരിക്കുന്നുണ്ടോ, 1/x² - a² അതേ ഫോർമാറ്റിൽ തന്നെ എത്തിയിരിക്കുന്നു. ഇവിടെ എക്സിന് പകരം x + 2 ആണെന്നേ ഉള്ളൂ. കണ്ടോ, 1/x² - a² dx. ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ. എക്സിന് ഇവിടെ x + 2 ആണ്, എക്ക് പകരം 3 ആണ്. സോ അപ്പോൾ അതെങ്ങനെ വരും? 1/2a log mod x - 1/x - a/x + a + c. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു ഇവിടെ a3 ആണ്, അപ്പോൾ 1/2 × 3 log mod x = x + 2 ആണ് അവിടെ. അപ്പോൾ x + 2 - 3/x + 2 + 3. ഓക്കെ, ദാറ്റ് ഈസ് 1/6. ഇവിടെ c ആഡ് ചെയ്യുന്നു കേട്ടോ, കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇവിടെ 3 ആയിട്ടാണ് എടുത്തത്, ആ ഫോമുലയിലേക്ക് കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യുക. x ഇവിടെ x + 2 ആയിട്ട് എടുത്തു കേട്ടോ. ദാറ്റ് ഈസ് 1/6 ഇൻറ്റു log mod x - 1/x + 5 + c. ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ വരുന്നുണ്ട്, തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ തേർഡ് സബ് പാർട്ടാണ് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കേട്ടോ. അതൊരു ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. ഇവാലുവേറ്റ് ദ വാല്യൂ ഓഫ് ദ ഇൻ്റഗ്രൽ. ഇൻ്റഗ്രൽ ഇങ്ങനെയാണ് വരുന്നത്: ഇൻ്റഗ്രൽ 2 to 3 x/1 + x² dx. കണ്ടോ, ഇതാണ് നമ്മുടെ ഇൻ്റഗ്രൽ വാല്യൂ കാണുക. നമ്മൾ 2 വിധത്തിൽ ഞാൻ സോൾവ് ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ആദ്യം നിങ്ങൾക്ക് അവിടെ ന്യൂമറേറ്റർ x അല്ലേ വന്നിരിക്കുന്നത്, അവിടെ നിങ്ങൾ ഒരു അറേഞ്ച്മെൻറ്റ് വരുത്തുകയാണ് ആ ഫംഗ്ഷനിൽ. വി മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡഡ് ബൈ 2. സോ അപ്പോൾ ഇത് 1/2 ഇൻറ്റു ന്യൂമറേറ്റർ 2x ആക്കണം. അപ്പോൾ അതിന് വേണ്ടി 2 വെച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ ഒരു 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി നിങ്ങൾ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ന്യൂമറേറ്ററാണ് ആൻസർ കിട്ടുന്നത് അല്ലേ. 1 + x² ഡെറിവേറ്റീവ് 2x. ഒരു ഫോമുല പഠിച്ചിട്ടുണ്ടല്ലോ, ഇൻ്റഗ്രൽ f'(x/f(x) dx = log mod f(x + c). ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ വരുന്നത് log mod ഡിനോമിനേറ്റർ ആണ്. അപ്പോൾ ഇവിടെ ചെയ്യാമല്ലോ, അത് കറക്റ്റ് അല്ലേ. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു log mod ഡിനോമിനേറ്റർ ഇവിടെ 1 + x² ആണ്. ആ റിസൾട്ട് അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കാൻ പോവാണ്. ഫസ്റ്റ് പുട്ട് ദ അപ്പർ ലിമിറ്റ്. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു log mod 1 + 3² മൈനസ് log mod 1 + 2². ദാറ്റ് ഈസ് 1/2 ഇൻറ്റു log mod 1 + 3² എന്തോ 9 അല്ലേ. അപ്പോൾ 1 + 9 10 ആയത്. അപ്പോൾ log mod 10. ഇനി നമുക്ക് മോഡുലസ് വാല്യൂ വേണോ? കാരണം ഇവിടെ വന്നിരിക്കുന്നതെല്ലാം പോസിറ്റീവ് അല്ലേ, അപ്പോൾ ആ മോഡുലസ് അങ്ങോട്ട് ഒമിറ്റ് ചെയ്തേക്കാം കേട്ടോ. അടുത്ത ടൈമിൽ വരുന്ന 1 + 4 ആണ്, അത് 5 വന്നു. ഇനി നമുക്കറിയാവുന്ന റിസൾട്ട് ഏതാ? log a - log b എന്താണ്? log a/b. സോ അപ്പോൾ അത് log 10/5 ഓർ log 2 എന്ന് വന്നു അല്ലേ. ദാറ്റ് ഈസ് 1/2 log 2നെ നമുക്ക് log 2
ഓൾ റേസ് ടു 1/2 എന്ന് എഴുതാമല്ലോ. ദാറ്റ് ഈസ് ലോഗ് റൂട്ട് 2. ഈ ഫോമിൽ ഇതാണ് കേട്ടോ, എ ലോഗ് എക്സ് എന്ന് പറയുന്നത് ലോഗ് എക്സ് റേസ് ടു എ. ഇതിന് ഞാൻ വേറൊരു ഫോർമാറ്റും കൂടി ചെയ്യുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അപ്പോൾ ഡിനോമിനേറ്ററിനെ ടി എന്ന് കൊടുത്തു. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ ന്യൂമറേറ്റർ വന്നിരുന്നത് 2x dx ഈക്വൽ ടു dt. ദാറ്റ് ഈസ് x dx ഈക്വൽ ടു dt/2. ജസ്റ്റ് റീപ്ലേസ് ചെയ്യുക കേട്ടോ. ദാറ്റ് ഈസ് x dxന് പകരം dt/2 കൊടുത്തു. ഡിനോമിനേറ്ററിൽ ടി എന്ന് വന്നു. കോൺസ്റ്റൻറ്റ് പുറമെ എടുത്ത് 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 2 to 3 dt/t. വാട്ട്സ് ഇൻ്റഗ്രൽ ഓഫ് 1/t? ലോഗ് മോഡ് ടി. ഓക്കെ, ലോഗ് മോഡ് ടി ഓവർ ദ ലിമിറ്റ്സ് 2 to 3. ഇനി ടിക്ക് നേരെ കയറി ലിമിറ്റ് വാല്യൂസ് കൊടുക്കരുതേ. അതിന് മുന്നേ ടി അങ്ങ് റീപ്ലേസ് ചെയ്യുക, എന്നിട്ട് ലിമിറ്റ് വാല്യൂസ് കൊടുത്താൽ മതി. ടിയുടെ 1 + x² അല്ലേ. ടിക്ക് ആദ്യം ലിമിറ്റ് വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ആൻസർ തെറ്റിപ്പോവും. അത് ഓർത്ത് വയ്ക്കുക. ടിയുടെ വാല്യൂ റീപ്ലേസ് ചെയ്തതിന് ശേഷം മാത്രം ലിമിറ്റ് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നേരത്തെ ചെയ്ത പോലെ അതേപോലെ ആയിട്ടുണ്ട്. എക്സിന് ആദ്യം 3 കൊടുത്തു, അതിന് ശേഷം -xന് 2 കൊടുത്തു. സോ നേരത്തെ അതേ ആൻസറിലോട്ട് എത്തി. 1/2 ഇൻറ്റു ലോഗ് 10 മൈനസ് ലോഗ് 5 ലോഗ് എ മൈനസ് ലോഗ് ബി ആയി. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു ലോഗ് 10/5. ഓക്കെ, ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റ്. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു ലോഗ് 2 എത്തി. ദാറ്റ് ഈസ് ലോഗ് 2 റേസ് ടു 1/2 അല്ലെങ്കിൽ ലോഗ് റൂട്ട് 2. ഓക്കെ, ദാറ്റ്സ് ആൻസർ. ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റ്? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ കോൺസെപ്റ്റ് പറയുന്നതെല്ലാം ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും പ്രോബ്ലംസാണ് നമുക്ക് ലാസ്റ്റ് സെഷനിൽ വന്നിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ. എല്ലാം നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ 2023 മാത്തമാറ്റിക്സ് +2 കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. എനി ഡൗട്ട്സ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക കേട്ടോ. താങ്ക് യു.